വർഷഫലത്തിൽ മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന മകയിരം, തിരുവാതിര, പുണർദം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷക്കാലഘട്ടത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലവുകൾ ജീവിതത്തിൽ വന്നു ചേരുവാൻ സാധ്യത കൂടുതലാണ്. ചിലവുകൾ നിങ്ങളുടെ പ്രതീക്ഷയ്ക്കും അപ്പുറമായിരിക്കും. വരുമാനം വരുന്നു എന്നുണ്ടെങ്കിൽ പോലും അതിൽ തികയാതെ കടങ്ങൾ വാങ്ങിക്കുവാനും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾക്ക് വേണ്ടി സാമ്പത്തികം ചിലവാക്കുവാനും സാധ്യത വളരെ കൂടുതലാണ്. നല്ല രീതിയിൽ പ്ലാനിങ്ങോടുകൂടി സാമ്പത്തിക ചിലവിൻ്റെ കാര്യത്തിൽ നല്ലൊരു പ്ലാനിങ്ങോടുകൂടി മുന്നോട്ട് പോകുക, അല്ലെങ്കിൽ ഒരുപാട് സാമ്പത്തികമായ പ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ എന്ത് കാര്യത്തിനിറങ്ങിയാലും ചെറിയ ചെറിയ പരാജയങ്ങൾ, നഷ്ടങ്ങൾ ഇതെല്ലാം ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങൾ നേരിടേണ്ടി വരും. നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ആത്മാർത്ഥമായി വിശ്വാസത്തോടു കൂടി ജയിക്കണം എന്ന് മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും ഇറങ്ങുക, പ്രവർത്തിക്കുക. ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷനുകളെല്ലാം നഷ്ടപ്പെടുവാൻ സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ തടസ്സങ്ങൾ വരുവാൻ സാധ്യത ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ ശ്രമിക്കുമ്പോൾ വളരെ ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കുക. അപ്രതീക്ഷിതമായ ചിലവുകൾ വരുന്നത് മൂലം അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകും. വരുമാനം വരുന്നു, അതിനോടൊപ്പം തന്നെ ചിലവും വന്നുകൊണ്ടേയിരിക്കും. ഈ ഒരു വർഷകാലം സുഹൃത്തുക്കൾ വഴി നിങ്ങൾക്ക് പലതരം ബിസിനസ് അല്ലെന്നുണ്ടെങ്കിൽ ജോലികൾ, ഇങ്ങനെ പല പല മേഖലകളിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളുടെ സഹായം എപ്പോഴും ഉണ്ടാകും. കുടുംബത്തിനുള്ളിൽ നേരത്തെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. അതിൻ്റെ ഒരു സന്തോഷം കുടുംബജീവിതത്തിൽ കിട്ടുവാനുള്ള സാധ്യതയെല്ലാം കാണുന്നുണ്ട്. വിവാഹ യോഗം ഈ ഒരു വർഷത്തിൽ കാണുന്നുണ്ട്. അതിനുള്ള അതായത് നേരത്തെ മുൻകാലങ്ങളിലെല്ലാം നിങ്ങൾക്ക് ആലോചിച്ചിട്ട് നടന്നില്ല, അല്ലെങ്കിൽ തടസ്സങ്ങൾ വന്നുകൊണ്ട് ഇരുന്നു എന്നുണ്ടെങ്കിൽ അതിനെല്ലാം ഒരു മാറ്റമുണ്ട്. അതിനെല്ലാം ഒരുപാട് ഗുണപരമായ കാര്യങ്ങൾ, വിവാഹാലോചന എല്ലാം നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള വിവാഹാലോചന എല്ലാം നിങ്ങൾക്ക് കിട്ടുകയും അങ്ങനെ ജീവിത പങ്കാളിയെ കണ്ടെത്തുകയും അത് വിവാഹം കഴിക്കുവാൻ തന്നെ സാധ്യത വളരെ കൂടുതലായി കാണുന്ന ഒരു സമയം തന്നെയാണ്. മറ്റുള്ളവരുടെ ഒരു പ്രേരണ മൂലം പല പല കാര്യങ്ങളിൽ പോയി ഇറങ്ങുകയും എന്നാൽ അതിൽ നിങ്ങൾക്ക് വിജയം കണ്ടെത്തുവാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ ഒന്നിനും ചെയ്യാതെ മാറി നിൽക്കുകയായിരിക്കും. മറ്റൊരാൾ നിർബന്ധിച്ച് നമ്മളെ കൊണ്ട് ഒരു കാര്യം ചെയ്യിപ്പിക്കുന്നു, എന്നാൽ അത് നമ്മൾ ആത്മാർത്ഥമായി ചെയ്യുകയും അവിടെ വിജയം ഉണ്ടാകുകയും ധനലാഭം ഉണ്ടാകുകയും അഭിമാനം ഉണ്ടാകുകയും എല്ലാം ചെയ്യുന്ന ഒരു സമയം തന്നെയായിരിക്കും. വാക്കുകൾ വളരെയധികം നിയന്ത്രണം പാലിക്കുക. ആവശ്യമില്ലാത്തടത്ത് അനാവശ്യമായി സംസാരിക്കാൻ പോകാതിരിക്കുക. സംസാരം മൂലം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിടിവാശി, മുൻകോപം ഇതെല്ലാം ഉപേക്ഷിക്കുന്നത് നല്ലത് തന്നെയായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിൽ ഇത് കൂടിക്കൊണ്ടേയിരിക്കും. കാരണം നമുക്കൊരു സാമ്പത്തികപരമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് തന്നെ ഒരു ദേഷ്യം പെട്ടെന്നുണ്ടാകുന്നു, അത് മറ്റുള്ളവരെ കാണിക്കുന്നു. അത് നമുക്ക് ജീവിതത്തിൽ അത് പല ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കുള്ള സാധ്യതയെല്ലാം ഈ ഒരു വർഷം കാണുന്നുണ്ട്. ദുഷ്ടജനങ്ങളുമായുള്ള സമ്പർക്കം അപകീർത്തി നിങ്ങൾക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് മോശമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ വ്യക്തികളുമായി ഇടപെടാതിരിക്കുക, ആ വ്യക്തിയുമായി കോൺടാക്റ്റ് വയ്ക്കാതിരിക്കുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം നമുക്ക് തന്നെ അതൊരു പേരുദോഷം കേൾക്കുവാൻ സാധ്യതയുണ്ട്. പുതുതായിട്ട് എന്ത് കാര്യത്തിന് ഇറങ്ങി പ്രവർത്തിച്ചാലും നിങ്ങളുടെ ഗുരുജനങ്ങളോടോ അല്ലെങ്കിൽ മുതിർന്ന വ്യക്തികളോടോ അതുമല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് അനുഭവയോഗ്യമുള്ള, അതായത് ഇതിനു മുമ്പ് എക്സ്പീരിയൻസ് ഉള്ള പല വ്യക്തികളും കാണും. അവരോടെല്ലാം അഭിപ്രായം ചോദിച്ചതിന് ശേഷം മാത്രം ഇറങ്ങി പ്രവർത്തിക്കുക. എന്നാൽ മാത്രം നമുക്ക് നല്ലൊരു വിജയം അതിൽ കൈവരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് വസ്തു സംബന്ധമായ കാര്യങ്ങൾ പലരോടും അഭിപ്രായം ചോദിച്ചിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് നല്ലതായിരിക്കും. യന്ത്രങ്ങൾ, അതായത് ഓരോ കമ്പനികളിൽ ജോലി ചെയ്യുന്ന വ്യക്തികൾക്കും ജോലി സംബന്ധമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. അപകട സാധ്യത, ചെറിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, അതായത് അസുഖങ്ങളല്ല, അല്ലാത്ത രീതിയിൽ ഈ ജോലി സ്ഥലത്തും അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്ന സ്ഥലങ്ങളിലും എല്ലാം ചെറിയ രീതിയിലുള്ള അപകട സാധ്യതയെല്ലാം കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷക്കാലഘട്ടം നിങ്ങൾ ഗണപതി ഭഗവാന് പ്രാർത്ഥിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന് വഴിപാടുകൾ അർപ്പിക്കുക, ഗണപതി ഹോമം കഴിപ്പിക്കുക, ഇതെല്ലാം ചെയ്ത് മുന്നോട്ട് പോകുന്നത് വളരെ നല്ലത് തന്നെയായിരിക്കും.